ഇതൊന്ന് കടിച്ചു നോക്കാം. നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ എത്തിയിരിക്കുന്നത് നമ്മൾ തംബ്നെയിലിൽ കൊടുത്തേക്കുന്ന ക്യാപ്ഷൻ കണ്ടിട്ടാവും ഇതാണോ ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളക് അല്ലേ? സത്യമാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുളകിന് നല്ല എരിവാണ്. നല്ല എരിവെന്നല്ല, പച്ച നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ എരിവാണ്. ഈ കാണുന്നതാണ് എൻ്റെ വയലറ്റ് മുളക്. ഞാൻ പറഞ്ഞ നല്ല എരിവുള്ള ആ മുളകാണിത്. എനിക്കിതിൻ്റെ വിത്തുകൾ കിട്ടിയത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ടൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ വിളഞ്ഞ 2-3 മുളകുകൾ എനിക്ക് തന്നു. പിന്നെ ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാനിത് പാകിയത്. പക്ഷേ ഈ മുളക് പൊട്ടിച്ചപ്പം ഉള്ളിലധികം മുളകരിയൊന്നുമില്ല. സാധാരണ മുളക് കാണുന്ന പോലെ വിത്തുകളൊന്നുമില്ല. എങ്കിലും ഉള്ള വിത്തുകളൊക്കെ പാകിയപ്പം തന്നെ മുളച്ച് കിട്ടി. ഇപ്പം മുളച്ച് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടു. അപ്പോൾ ഈ മുളക് നടാൻ വേണ്ടി ഞാൻ ഗ്രോ ബാഗ് തയ്യാറാക്കിയപ്പോൾ തന്നെ അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി ഇത് 3 നന്നായിട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിലാണിത് വളർന്ന് മുകളിലോട്ട് എത്തിയത്. പിന്നെ മാറ്റി നട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഞാൻ കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ ഓരോ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ ഫിഷ് അമിനോ ആസിഡും സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ ഇത് പറിച്ച് നട്ടൊരു 40 ദിവസം കഴിഞ്ഞിട്ട് ഇതിലെ പൂവൊന്നും ആയിട്ടില്ല. പക്ഷേ ചെടിക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സൂപ്പർ ഫ്ലവർ എന്ന ജൈവവളം ഇതിന് ചുറ്റിനും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിരുന്നു. അതിട്ട് കൊടുത്തൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് പൂക്കാൻ തുടങ്ങി. ഒരുപാട് മുളകുകളും ഉണ്ടാകാൻ തുടങ്ങി. പക്ഷേ ഈ മുളകൊക്കെ ആദ്യം ഉണ്ടായി വന്നപ്പോൾ നമുക്കിത് പറിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ഇത് കാണാൻ നല്ല രസമാണ്, നിറയെ ഇങ്ങനെ മുളകുകൾ നിൽക്കുന്നത് കാണുവാൻ. പിന്നെ ഇത് സാധാരണ മുളക് പോലല്ല, ഒരുപാട് ദിവസം എടുക്കും ഇത് ഒന്ന് പാകമാകുവാനേ. പക്ഷേ ഇത് വിളഞ്ഞു കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ എരിവ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതേപോലത്തെ എരിവാണ്. അതേപോലെ ഇത് ഒരുപാട് ഉണ്ടായത് കാരണം നമ്മൾ അടുത്ത വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം ഈ മുളക് കൊടുത്തിരുന്നു. പക്ഷേ ഇവരെല്ലാം പറഞ്ഞ ഒറ്റ ഇതാണ്, ഇതിൻ്റെ എരിവ് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവരും 1-2 ഉപയോഗിച്ചു. പക്ഷെ അവർ സാമ്പാറിനകത്തൊക്കെ ഇട്ടിട്ട് ആ സാമ്പാറൊന്നും കൂട്ടാൻ പറ്റാത്ത അതേപോലത്തെ എരിവായിരുന്നു. ഇപ്പം നമ്മുടെ അയൽപ്പക്കത്തുള്ള വീട്ടുകളിലൊക്കെ വീണ്ടും മുളക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വേണ്ടെന്നാണ് പറയണേ. കാരണം ഈ എരിവാണ്. ഈ എരിവൊന്നും കാരണം നമുക്ക് കറികൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിത് മറ്റൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് അധികം വിളയുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് പറിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് സാധാരണ മുളകിൻ്റെ കൂട്ട് ടേസ്റ്റ് അല്ല, ഇതിനൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ എരിവ് അതാണ് ഇതിൻ്റെ മെയിന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് വിളയുന്നതിന് മുമ്പ് തന്നെ ഇത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മീനുകളുണ്ടല്ലോ, നെത്തോലി പോലുള്ള ചെറിയ മീനൊക്കെ നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അധികം വിളയുന്നതിന് മുമ്പ് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വെച്ച് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി എനിക്കറിയത്തില്ല എങ്ങനെയാണ് തൈര് മുളക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അതൊന്ന് കണ്ടിട്ട് ഞാൻ കൊണ്ടാട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടുന്നതാണ്. പിന്നെ ഇതിൻ്റെ വിത്തുകൾ എടുക്കുന്നതിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ. ഇതിൻ്റെ വിളവെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മുളക് പോലല്ല, ഏതാണ്ട് 1 മാസത്തോളം നിന്ന് കഴിഞ്ഞാലാണ് ഒന്ന് വിളഞ്ഞ് കിട്ടുന്നത്. അതേപോലെ ലൈഫുള്ള ഒരു മുളകാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിത്തെടുക്കുക എന്ന് വെച്ചാൽ വലിയ ചടങ്ങാണ്. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊന്ന് വിത്താക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊന്ന് പഴുത്ത് കിട്ടത്തുള്ളൂ. അതേപോലെ ഒരുപാട് സമയം എടുക്കും ഇത് വിളഞ്ഞ് കിട്ടാനേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വയലറ്റ് മുളക് ചെടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട്